ഹലോ, ഈ വീഡിയോ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് വൈറലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അപകടം പിടിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കണ്ടിട്ടുണ്ടാവും ഒട്ടുമിക്ക ആൾക്കാരും. അപ്പോൾ ഞാനത് ചെറിയൊരു മെസ്സേജായിട്ട് വന്നതാണ്, വേറെ ഒന്നല്ല. അപ്പോൾ എല്ലാവരും ഈ മഴക്കാലത്ത് തന്നെ ഈ ടൂറൊക്കെ പോകുന്നതും പിന്നെ അതുപോലെ കുട്ടികളായാലും എല്ലാവരും പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക്, പ്രത്യേകിച്ച് അണക്കെട്ട്, പാറക്കെട്ട്, പിന്നെ നമ്മൾ ഉരുൾപൊട്ടുന്ന സ്ഥലവും ഇതിലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് റിസോർട്ടുകളൊക്കെ പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കാരണം മഴക്കാലമാണ്, വൈബാണ്, നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പോകും. ഇങ്ങനെയുള്ള സ്ഥലത്ത് പല അപകടങ്ങളും ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇവരെന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു മലവെള്ളം വരും എന്നുള്ളത്. ന്യൂസ് റിപ്പോർട്ടർമാർ തന്നെ ഇത് കഴിഞ്ഞ് പിറ്റേന്ന് പോയപ്പോൾ അവിടെ ഒന്നും ഒരു തുള്ളി വെള്ളമില്ല, അവിടെ ഇവിടെയൊക്കെ ഇത്തിരി കെട്ടിക്കിടക്കാന്നല്ലാതെ. താഴെ അണക്കെട്ടാണ് എങ്കിലും കൂടി ഇവിടെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അവരും അതുപോലെ തന്നെയാണ് വിചാരിച്ച് പോയിട്ടുണ്ടാവുക. പക്ഷെ ഇങ്ങനൊരു അപകടം വരുമെന്ന് അവരും പ്രതീക്ഷിച്ചിട്ടില്ല ഒട്ടും. ഇങ്ങനെയൊക്കെയുള്ള ഒരു മഴക്കാലമാണ്, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അപകടങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതൊരു പാഠമാണ്. നമ്മൾ ഒരുപാട് കണ്ടും കേട്ടും അറിയുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതാരൊന്നും മൈൻഡിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളൂ. ഇപ്പോൾ എത്രയും നോക്കി നിൽക്കുന്ന ആൾക്കാർ, അവർക്കത് നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. അവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അവർക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. ആ കൂട്ടത്തോടെ നിൽക്കുന്നത് ഒരു കുടുംബാംഗങ്ങളാണ്. ആ കുടുംബത്തിൽ എല്ലാവരുമാണ് ഒലിച്ചു പോകുന്നത്. അതിൽ 5 പേരും അങ്ങനെ ആരും മരിച്ചു പോയിക്കണേ. അപ്പോൾ അത് നമ്മൾക്ക് കൺമുന്നിൽ തന്നെ മരണം കാണാണ് അവർ. ഇങ്ങനെ എത്രയോ അപകടങ്ങൾ നമ്മളെ നാട്ടിലും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇതുപോലെ തന്നെ. പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട് മഴക്കാലം. ഈ മഴക്കാലത്ത് പല അപകടങ്ങളും വരുന്നുണ്ട്. അത് വിധിയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറുന്നത് തെറ്റാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചേ പറ്റൂ. ഒട്ടും സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് അവർ പോയിരിക്കുന്നത്. അതും കുട്ടികളെ കൊണ്ടൊക്കെയാണ് പോയത്. കണ്ടില്ലേ, അതിൽ 3-4 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഒരാൾ പിടിച്ച് നിൽക്കുന്ന കണ്ടില്ല ആ വാവനെ. ആ ഒരു അവസ്ഥ നോക്കൂ. മറ്റുള്ളവർക്കും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, ഇവർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ നിലവിളിക്കാനേ പറ്റണുള്ളൂ. അവർ മാക്സിമം പിടിച്ച് നിൽക്കുന്നുണ്ട് എല്ലാവരും, പക്ഷെ കൈവിട്ടു പോയി. അത്രയും ശക്തിയിലാണ് ആ മലവെള്ളം വരുന്നത്. രക്ഷാദൗത്യത്തിന് വരെ കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലേക്കാണ് ചിലവരൊക്കെ വലിയ സാഹസികതയും കാട്ടുന്നത്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ. അപ്പോൾ അത് പിന്നെയും നമ്മൾ ഓരോ ഈ വീഡിയോസും അല്ലാതെ മെസ്സേജൊക്കെ കണ്ടിട്ടാണ് പിന്നെ ഈ അപകടത്തിൽ അറിഞ്ഞുകൊണ്ട് പോകുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്നത് നല്ലോണം കണ്ടു നോക്കും. ഇതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ അവർ കാണുന്നുണ്ടാവും. പക്ഷെ അവരും ഇതുപോലെ തന്നെ നമ്മളിതുപോലെ ചെയ്തതല്ലേ അങ്ങനെയല്ലേ എന്നുള്ള ആ ഒരു അറിവില്ലായ്മ കൂടിയാണ് പിന്നെയും ഈ ഒരു ഇതിലേക്ക് പോകുന്നത്. വിധിയെ പറഞ്ഞ് എല്ലാത്തിനും വിധിയെ പറഞ്ഞ് അങ്ങനെ കൈകരുത്. ഒന്നും നമ്മൾ സൂക്ഷിക്കേണ്ട സംഗതികളാണെങ്കിലൊക്കെ സൂക്ഷിക്കുക തന്നെ വേണം. ഒരു കൈവരിയില്ലാത്ത പാലത്തിലൂടെ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളോ ഒരു സൈന്യങ്ങൾ വരാത്ത സ്ഥലങ്ങളോ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കും നമ്മളിതാ ഇങ്ങനെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അവരിപ്പോൾ അത് കൺമുന്നിലാണ് മരണം കാണുന്നത്. ആ കുട്ടികളും അവരുടെ അവസ്ഥ എന്തായിരിക്കും, കണ്ടു നിൽക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും. അപ്പം എല്ലാവരും എന്തായാലും ഇതുപോലെയൊക്കെ മഴക്കാലത്ത് സൂക്ഷിച്ച്, ടൂറിനൊക്കെ പ്രത്യേകിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഇതുപോലെയുള്ള മേഖലകളിലൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു അഭ്യർത്ഥന മാത്രം. പിന്നെ ചിലർക്ക് വീട്ടുകാർ, നാട്ടുകാർ എല്ലാവരും പറയുന്നൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്ത കൂട്ടരുണ്ടാവും. അത് അവരുടെ ഒരു എടുത്തുചാട്ടമായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന അപകടം അവരുടെ വിധി തന്നെയാണെന്ന് തന്നെ നമുക്ക് സമാധാനിക്കുക, അല്ലാതെ ഒന്നും പറയാനില്ല. ശരിക്കും ഈ വീഡിയോ നമുക്കൊരു മെസ്സേജായിട്ട് തന്നെ കണക്കാക്കാം. ഇത് എല്ലാവർക്കും ഇത് മനസ്സിലാക്കാനുള്ളൊരു വീഡിയോയും കൂടി തന്നെയാണ്. അവരുടെ മരണമാണ് മുന്നിൽ കാണുന്നത്. അവരാ മരിക്കും എന്നുള്ള ആ ഒരു തന്നെയാണ് അവരുടെ ആ മനസ്സിലുണ്ടാവുക. കാരണം ഒരു രക്ഷയില്ല, ആർക്കും രക്ഷപ്പെടുത്താനും കഴിയില്ല, അവർക്കൊരു രക്ഷപ്പെടാനുള്ളൊരു വഴിയില്ല. അപ്പോൾ അവർ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. അപ്പോൾ ഇത് എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത്. നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ എടുത്ത് ചാടി പുറപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ ശ്രദ്ധിക്കട്ടോ.